ഇതേ മാങ്ങയാണെന്ന് ചോദിച്ചാൽ മാങ്ങയല്ല, മാങ്ങേൻ്റെ ടേസ്റ്റ് ഉണ്ട്. ദോശയാണോ ചോദിച്ചാൽ ദോശയല്ല. പിടുത്തം കിട്ടി. ഇത് ശരിക്കും നല്ല പുളി വേണ്ടിയിരുന്നു. എല്ലാം പാടുള്ള സാധനം. ഫാനിട്ടളേ. ഇതെന്താ നിങ്ങൾക്കറിയോ? കടിച്ചാൽ പറിച്ചാണ്. കുട്ടികൾക്ക് അടിപൊളിയായിരിക്കണം. കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുമാനമാക്കും. ഇന്നത്തെ കേട്ടിയോടത്ത് രുചി അറിയാമെന്നുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള അറിയില്ല, പക്ഷെ എനിക്കും കുട്ടനും വളരെ എരിവ് നിറഞ്ഞതായിരുന്നു. നമ്മൾക്കൊക്കെ സമയമില്ലാത്തൊരു പ്രശ്നമുണ്ട്. നമ്മളൊക്കെ വെറുതെ നമുക്ക് സമയമല്ല ഒന്നിനും, അത് ചെയ്യാൻ സമയമില്ല, അത് ചെയ്യാൻ സമയമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ സമയമില്ലായല്ല, നമ്മളതിനൊന്നും തയ്യാറല്ല എന്നുള്ളതാണ് യഥാർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് കേട്ടിയോടത്ത് രുചി അറിയാം എന്നുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ രുചി അറിയാം എന്നുള്ള പ്രോഗ്രാം ആകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാം രുചി. അപ്പോൾ എന്തോ ഒരു സാധനം ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുഡ് ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കി വെച്ച സാധനത്തിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സമയമില്ലായി അല്ല, നമ്മളായിട്ട് സമയം ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരുപാട് തിരക്കുകൾക്കിടയിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്തായാലും ആളെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് റഫിയാത്താൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഹായ് റഫിയാത്ത. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് റഫിയാത്താൻ്റെ രുചി നിറഞ്ഞ കുറേ രുചിക്കൂട്ടുകളുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. റഫിയാത്ത, ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താ? നമുക്ക് ഇതെല്ലാം നിങ്ങളെ തോട്ടം കാണണം ആദ്യം തോട്ടങ്ങളൊക്കെ ഒന്ന് കണ്ടുവരും അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇപ്രാവശ്യം മാങ്ങയൊക്കെ കഴിഞ്ഞിട്ടു. ഈ കുറച്ച് മുന്നേ വരികയാണെങ്കിൽ എല്ലാം മാങ്ങ ടേസ്റ്റ് ചെയ്യാം. അത് വലിയൊരു നഷ്ടമായി. നാടൻ രുചികൾ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. രുചിയും വേണം. നമ്മൾ രുചി അറിയാന്നുള്ള പ്രോഗ്രാമിന്റെ ഭാഗമാണല്ലോ. അപ്പൊ എന്തായാലും രുചി അറിയണം. ചക്കലുവ, മാങ്ങാലുവ, അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പിന്നെ മട്ടോവ ഉണ്ട് കേട്ടോ. പിന്നത്തെ പരിസ്ഥിതി ദിനല്ലേ, എനിക്കൊരു മട്ടോവത്തെ കുറിച്ചിട്ടുണ്ട്. മക്കളെ കൊതുക്, നല്ല കൊതുക്. പ്ലാവും ഒക്കെ കുഴിച്ചിട്ടു. അപ്പൊ ഇന്ന് എന്താണ് കുഴിച്ചിട്ടാന്ന് വെച്ച് നോക്കുമ്പോ നമ്മുടെ മട്ടോവത്തൈ ഉണ്ട് ഇവിടെ. ആ മട്ടോവത്തൈ ശരിക്കും പറഞ്ഞാല് ബഡ് തൈ ഒന്നും വേണ്ട കേട്ടോ, സീഡ് മുളച്ചുണ്ടായ തൈ മതി. അപ്പൊ ഇതിനെ പറിച്ചിട്ട് നമ്മൾ കുഴിച്ചിടാൻ പോകും കേട്ടോ. നല്ല വേരോടുക്കനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഫുള്ള് സംഭവങ്ങൾ കേട്ടോ. ബാക്കിൽ ഫസ്റ്റ് വരികയാണ് ഞാൻ ഈ കാണുന്നത്. ഓറഞ്ച്, ചെറിയ ഓറഞ്ചില്ലേ ആണ്, പഴുത്ത് നിൽക്കണുണ്ടോ, കാണുന്നുണ്ടോ? ആൾക്കാർ അങ്ങോട്ട് വയ്ക്കണേ. നേരത്തെ പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. കൊതുക് നല്ല ഏറ്റിലേറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഇവിടെ ഒരുപാട് സാധനം ഉണ്ടല്ലോ, ഒരുപാട് കൃഷി ഐറ്റംസുകൾ. ഈ ഒരു തൊടുക നിറച്ച ശരിക്ക് റഫിയാത്താൻ്റെ ലോകമാണ്. ഇതിന് സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്കൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്ക് സമയമല്ല, നമുക്കൊന്നിനും സമയമല്ല എന്നുള്ളത്. പക്ഷെ സമയം നമ്മളായിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് റഫിയാത്താൻ്റെ ഈ ഒരു സംഭവം കൊണ്ട് എനിക്ക് മനസ്സിലായത്. സന്തോഷമാണ് അല്ലേ? ഒന്നുള്ളൂ. അത് കായ്ച്ചിട്ടുണ്ടോ? കായ്ച്ചിട്ടുണ്ട്. അതിന്റെ പൂവുണ്ട്. ഇപ്പം ഇതിപ്പോ എന്താ പറയാ, ഞാൻ വിചാരിച്ചിരുന്ന ഒരു വർഷത്തിൽ ഒരിക്കലാണ് സീസണ് കായ്ക്കാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്രാവശ്യം ഇതാ ഇപ്പൊ അടുത്ത് 2 മാസം മുമ്പ് കഴിഞ്ഞിട്ടുള്ളൂ, ഇപ്പോഴും പൂവിട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൈക്കോട്ട് പിടിച്ച് ഒരു തയ്യോടെ കുഴിച്ചിട്ട് എന്തൊരു സന്തോഷം. എത്ര തൈകളുണ്ട്? പഴം വർഗ്ഗങ്ങള് 100ന്റെ വില ഉണ്ടാവും. അതില് മാവ് ഒരു 35 ഐറ്റം ഉണ്ട്. 35 ഐറ്റം മാവ്. 35 ഐറ്റം മാവില് ഇപ്രാവശ്യം 28 ഐറ്റം കായ്ച്ചു.
അപ്പോൾ നല്ല കിട്ടലാണ്. ആ. അതിന്നാണ് എനിക്കൊക്കെ കിട്ടിയത്. ഇതാണ്. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റ് ആയി വരാൻ. ഏകദേശം എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ ഈ ഇതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അത് ഇവിടെ വരുമ്പോൾ എന്ത് രസമല്ലേ ഇങ്ങനെ മാങ്ങാലുവൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാറിയാം, പാർസൽ കൊടുക്കും. അല്ല, മാങ്ങി ചക്കയൊക്കെ പെട്ടെന്ന് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ മാങ്ങി ചക്കയൊക്കെ വേവിച്ച് കൊതുക് കടിക്കണ്ടല്ലോ, എന്നെ കടിക്കണില്ലല്ലോ. നിങ്ങളെ കടിക്കണില്ല. എൻ്റെ മൊത്തം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ വഴുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫുൾ ഉത്തരവാദി റഫിയാത്തേക്കരം. കാരണം ഇങ്ങനെ കൊതുകുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാങ്ങയും പിന്നെ ചക്കയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അതായിട്ട് വേഗം പെട്ടെന്ന് അലുവ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു നാടൻ രുചിയിൽ വെട്ടോ കേട്ടോ. എന്താണ് സാധനം? സാധനം ഞാൻ പറഞ്ഞില്ല, ഈ കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് എന്താ സാധനം ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. കണ്ടിട്ട് ഹലുവ മാതിരിയുള്ളൊരു സാധനം കേട്ടോ. കണ്ടിട്ട് ഹലുവ മാതിരി കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു ഒന്ന് കൊടുത്താ കേട്ടോക്കെ. സാധനം സെറ്റ് സാധനം കാണാൻ നല്ല ഭംഗിയിട്ടല്ലേ. നിങ്ങൾ എന്നെ കട്ട് ചെയ്യാ, ഞാൻ കട്ട് ചെയ്യണോ? കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത്. ഓക്കെ. നല്ല മധുരമാണ്. അതാ തേങ്ങാപ്പൂളൊക്കെ എടുത്തുകൊണ്ട് അതിന്റെ കൂടെ ടേസ്റ്റ് ചെയ്യണം. ചൂട് കൊടുക്കുന്ന കൊടുത്തൊന്നും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഫ്രിഡ്ജിൽ വെച്ചോ, ചൂടും വേണം. ഇതേ മാങ്ങയാണെന്ന് ചോദിച്ചാൽ മാങ്ങയല്ല, മാങ്ങന്റെ ടേസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ പുളി, മധുരം, ഹലുവ കടിക്കുമ്പോൾ ഉള്ളൊരു സാധനം. ആ ഒരു സാധനം ഇത് റിയലായിട്ടാ ഞാൻ പറയണത്. ഞാൻ ഒന്നും കൂടി പച്ചമാങ്ങ ഹലുവയാണ് അല്ലേ. ഇതെങ്ങനെയാണ് ചെയ്യല്? പച്ചമാങ്ങ എടുത്ത് കട്ട് ചെയ്ത് വെക്കണേ. ഇവിടെ ഒരു മാങ്ങ ഉണ്ട്, അൽഫോൺസ. അവര് പറഞ്ഞു തന്നത് ആ ഗേറ്റിന്റെ അവിടെ ഉണ്ട മാങ്ങല്ലേ, അത് ഇവിടെ നമ്മൾ അരിച്ചെടുക്കുമ്പോ തന്നെ അതിന്റെ പൊടി കാണാൻ പറ്റും. അങ്ങനെയുള്ള പൊടിയുള്ള മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാ. പച്ചമാങ്ങന്റെ ആ ഒരു മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് ആ ഒരു പഴുപ്പും ഇത്തിരി തേങ്ങാകൊത്തും ഇത്തിരി വൈറ്റ് എള്ളും പഞ്ചസാരയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി ആട്ടിട്ടുണ്ട്. എല്ലാം പാടെ കിട്ടുന്നുണ്ട്. വേറെ അധികം സാധനങ്ങളൊന്നും വേണ്ട. മാങ്ങി പഞ്ചസാര ഉണ്ടെങ്കിൽ തന്നെ സംഭവം റെഡിയായി. പക്ഷെ നമ്മൾ ഒന്നും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് ഇത്തിരി തേങ്ങാകൊത്ത് വൈറ്റ് എള്ള് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാകൊത്തിന്റെ ഒരു പീസ് എടുത്തിട്ട് ആദ്യം ഞാൻ തേങ്ങാകൊത്ത് അതിന്റെ കൂട്ടത്തിൽ കൂടിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ തേങ്ങന്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടി ചേർത്തിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തപ്പോൾ ശരിക്ക് ഹലുവമെന്ന് കൂട്ടിട്ട് വേറെ സാധനമായിട്ട് മാറി. ഇങ്ങനെ കുറേ അടിപൊളികളുണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് ഐറ്റംസ് മാത്രമാണ് റഫിയാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കുറേ തിരക്കിലായതുകൊണ്ട് ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട് അല്ലേ. എവിടുന്നാ എടുക്കുക? എവിടുന്ന് എടുക്കണ ഏറ്റവും നല്ലത്? അമ്പാ പിടുത്തം കിട്ടി. ചക്ക, അണ്ടിപ്പരിപ്പ് എടുക്കണ്, തേങ്ങ ഉണ്ട്. അണ്ടിപ്പരിപ്പൊന്നും വേണമെന്നില്ല, പക്ഷെ ഒക്കെ പാടാകുമ്പോ വേറെ ഒരു ഉണ്ടാവുന്നുള്ളൂ. ഈ തേങ്ങാക്കൊത്ത് ഇട്ടാൽ തന്നെ നല്ല ഫ്ലേവറാണ്. തേങ്ങ ഇത്തിരി നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇട്ടാൽ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ നെയ്യിൽ വല്ലാണ്ട് മൂപ്പിച്ചിട്ടുണ്ട്. കുറച്ചിങ്ങനെ കടിക്കാൻ ഇങ്ങനെ ഇളം മൂപ്പിലിട്ടാൽ മതി. അലങ്കരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നല്ലോണം മൂപ്പിച്ചിട്ടുണ്ട്. എന്ത് രസമൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് ഞങ്ങൾക്ക് കൊണ്ടേ കൂടെ അനക്കൊണ്ടേ ഇതിങ്ങനെ ഞാൻ ഇതിന്റെ വീഡിയോ ഇതിന്റെ ബാക്കിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് പിന്നെ ഇത് കോരും, പിന്നെ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരുമ്പോ തന്നെ ശരിക്കും നമുക്ക് തിന്നാൻ തോന്നും. അങ്ങനത്തെ സാധനമാണ്. സെറ്റല്ലേ? ഇതെന്താണ്? ഇതെങ്ങനെ കഴിക്കുക? മാങ്ങാത്തേര യൂട്യൂബിലൊക്കെ ഉണ്ടാവും. ഞാൻ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ ചില്ലി ഫ്ലെക്സ് ഒന്നും ഇടാണ്ട് ഉണ്ടാല്. ഞാൻ വെറുതെ രസത്തിനിട്ടപ്പോ നല്ല സ്പൈസിയാണ്, യമ്മിയാണ്. കഴിച്ചോക്കെ. ഗ്രീനും ഉണ്ടല്ലോ അല്ലേ താഴത്തെ? അങ്ങനെ തന്നെ അങ്ങനെ കഴിക്കാം. ഇത് ചുട്ടിയെടുക്കല, അതിനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇത് ചൂടോടെയാണ് കഴിക്കല്? അല്ല, എങ്ങനെയും കഴിക്കല്ലേ? എങ്ങനെ നമ്മള് നമുക്ക് ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചൂടോടെ കഴിക്കണം എന്നില്ല കേട്ടോ, തണുത്തിട്ട് തന്നെ കഴിക്കുക. പക്ഷെ ചൂടോടെ ആകുമ്പോ ഒന്നും കൂടി സോഫ്റ്റ് ആവും. ദോശയാണോ ചോദിച്ചാൽ ദോശയല്ല. അതിൽ നിങ്ങളാ ഇതിട്ടില്ലേ ഈ മുളക്, അത്
മധുരം, എരിവ് എല്ലാം ചേർന്നിട്ടുള്ള നല്ല രസമുള്ള ഒരു സാധനം. ഇനി അതിൻ്റെ ഗ്രീൻ ഉണ്ട്. ഇത് മാങ്ങ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്? ഈ മാങ്ങ അത് പിന്നെ ജ്യൂസ് അടിച്ചിട്ട് അപ്പം ചൂടേ അല്ല പറയും സാധാ, വേറെ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലേ അല്ല ഞാൻ അത് കണ്ടില്ല. ഇപ്പൊ നമ്മളിത് പഴുത്ത മാങ്ങ കൊണ്ട് ഒരു അടിപൊളി ഒരു അപ്പം ഉണ്ടാക്കി. അപ്പം റഫിയാത്താൻ്റെ പിന്നെ ചാനലിലുണ്ട് ഇതിൻ്റെ ഫുള്ള് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ ചാനലിലില്ലേ? അല്ലേ, ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും യൂട്യൂബിൻ്റെ ഇതിൽ സാധനം ഇട്ടേക്കുക. നല്ല രസമുള്ള ചാനലാണ് അല്ലേ? അതാണ് വരിക്ക് ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തു, നല്ല രസമുണ്ട് അല്ലേ കൂട്ടാ? ഇനി അടുത്തത് ഇതാണ്. ഇത് പച്ചമാങ്ങ കൊണ്ട് അതേപോലെ തന്നെ ഉണ്ടാക്കിയാണ്, ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇത് ശരിക്കും നല്ല പുളി വേണ്ടിയിരുന്നു. ഈ സാധനം മധുരം എരിവ് ഇതില് ആ മധുരം ഇട്ടതാണ് എനിക്ക് ഞാൻ പറയാൻ കാരണം. കുറച്ച് പുളി വേണ്ടിയിരുന്നു. ഇതാണ് നമ്മുടെ സിന്ദൂര വരിക്ക. ചക്കന്റെ ടൈമാണ് ഇപ്പോ. ചക്ക ഏകദേശം കഴിഞ്ഞ ടൈമായി. പക്ഷെ ഇത് ആദ്യം ഉണ്ടാവും, ഇപ്പൊ അവസാനം ഒരു ചക്ക നന്നായിട്ട് കിട്ടി വലുത്. ഓ, അത് തിന്നാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നത്. ഓവർ മധുരമില്ലല്ലോ. അതെ, അങ്ങനെ നോക്കിയേ എനിക്ക് ഇങ്ങനെ അത് തോന്നി. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവുമോ എന്നുള്ളൊരു. ഇത് നല്ലോണം പഴുത്തു. ഇത് ആ പച്ച ഇങ്ങനെ പുളിപ്പൂല് ഇങ്ങനെ പഴുത്ത് വരുന്ന സമയത്ത് കഴിക്കണം. പകുതി ഇതിലുള്ളത് കഴിക്കണം അല്ലേ? ഇത് നല്ലോണം പഴുത്തിട്ട് ഞാൻ കണ്ടത്. അപ്പൊ നല്ല രസം. അത് ഇത്തിരി ഇപ്പൊ മഴയും പെയ്തില്ലേ. ചക്ക എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. അതിന് കാരണം കുറെ ഉണ്ട്. മഴയാണ്, പിന്നെ കുറച്ച് എടുത്തു വെച്ച്. പക്ഷെ ഇത് വേറെ ഇതുള്ള എന്താ വെച്ചാൽ അത് നമ്മൾ മറ്റേ ചക്കനെ പോലെയല്ല, കുറച്ച് ദിവസം വെക്കാം. അങ്ങനെ ഉണ്ടല്ലേ? പിടിച്ചിട്ട് വെക്കാം. പകുതി ഒരു പഴുപ്പയക്കണേ ഒരു മാസം 2 മാസം വരെ നല്ലതാ. ഇന്ന് ഏതായാലും ചോറും കൂട്ടാനൊന്നും ചോറ് വേണ്ടില്ല. ഇത് നല്ല നാടൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ തുറമാങ്ങ. അതുകൊണ്ട് എന്താ ഉണ്ടായിക്കണേ? തുറമാങ്ങ എന്ന് പറഞ്ഞാല് നമ്മൾ മാങ്ങ നന്നായിട്ട് ആവിക്ക് വേവിച്ചെടുത്തിട്ട് അതിൽ ഉലുവ, കടുക്, ചെറിയ ജീരകം, വലിയ ജീരകം, മുളക് പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്, ഇത്തിരി സുക്ക എല്ലാം മിക്സ് ചെയ്ത് മസാല ഉണ്ടാക്കിയിട്ട് തേച്ചിട്ട് വീണ്ടും ഉണക്കും. അങ്ങനെയൊക്കെ ശരിക്കും വയനാട്ടുകാരാണ് ഇത് പണ്ട് ഇറക്കിയത് എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പം ഇത് ശരിക്കും നല്ല ചോറിൽ ഇങ്ങനെ തൈരൊക്കെ കൂട്ടി കുഴച്ച് കഴിച്ചാൽ നല്ല രസമാണ്. ചോറിട്ടോ? ചോറായിട്ടുണ്ടോ അവിടെ? എന്ത് കൂട്ടിട്ട് ചോറ് വെച്ചിട്ടും പോവാ. നല്ല സ്മെല്ലുണ്ട്, രസമുണ്ട്, സ്മെല്ലുണ്ട്. ഓക്കെ, പൊളിച്ചെടുത്തോ. ഇത് പഴുത്ത മാങ്ങ അല്ലല്ലോ? ഇത് ഇപ്പൊ നേരത്തെ റഫിയാത്ത പറഞ്ഞ എല്ലാ കൂട്ടും ഇതിലുണ്ട്. അതും പാടെ ചേർത്തിട്ടാണ് ഞാൻ മാങ്ങന്റെ ചെറിയൊരു പോർഷൻ. ഞാൻ വല്ലാണ്ട് ഉണക്കിയിട്ടില്ല. എല്ലാം പാടുള്ള സാധനം. എരിവുണ്ട്, അടിക്ക് ഇറക്കുമ്പോൾ ചില സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴുണ്ട് ആ ടേസ്റ്റ് കറക്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ ഇറങ്ങുന്ന സമയത്ത് കിട്ടും. കുട്ടൻ വെള്ളം ഇറക്കി കൊണ്ട് നിൽക്കുക. പക്ഷേ അച്ചാറൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ നമുക്ക് എത്ര കൂട്ടി കഴിഞ്ഞാലും അച്ചാർ പിന്നെയും വേണമെന്നുള്ളത് തോന്നലല്ലേ? അതേമായുള്ള അതേ ഒരു സാധനം. ഇത് കഴിക്കാം. ചോറ്റിക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂട്ടാനായിട്ട് തന്നെ കൂട്ടാം. നോക്കിയേക്കാ കൂട്ടാ, രസമുണ്ടേ. ഒന്നെടുത്ത് നോക്കിയത് ഇതിലെല്ലാ സാധനം അതാണ്. അതായത് പുറത്തുനിന്ന് വാങ്ങുന്നതായിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഉപ്പുണ്ടാവും, ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകുന്നത്. മാങ്ങ മിഠായി ഉണ്ടാക്കിയത് പൊട്ടിക്കാൻ കുറച്ച് പണിയാ. നല്ല എരിവുള്ള മാങ്ങ കഴിച്ചിലേക്ക് ഒരു മാങ്ങ മുട്ടായി. നമ്മളെ പഴയ കടിച്ചാപ്പറച്ചി. പഠിക്കും. ഇതെന്താ നിങ്ങൾക്ക് അറിയോ? കടിച്ചാപ്പറച്ചിയാണ്.
പോയതാണ്. വെക്കലുണ്ട് കവറില്. അരിമണി ഉണ്ടോ ഇതില്? അരിമണി വറുത്തിട്ട് നെയ്യും നെയ്യിൻ്റെ ഉണ്ട്. പൊട്ടിക്കളാ മുട്ടടാ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പ്രശ്നമാണ്. കറക്റ്റ് സാധനം കിട്ടിയിരിക്കുന്നത്. നോക്കട്ടെ. ഇതെന്താ? ഇപ്പൊ വീഡിയോ എടുത്തില്ലേ ചൈന ഓറഞ്ച് ഈത്തപ്പഴം കിട്ടി, നാരങ്ങ കിട്ടി, ഇനി വേറെന്തോ സാധനം കൂടി ഉണ്ടോ? നമ്മളെ കടുമാങ്ങ പ്രാവശ്യം കോടി കഴിച്ച മാവിന്റെ മാങ്ങ ഇട്ടിട്ടുണ്ടാക്കിയത് ആദ്യമായിട്ട് കഴിച്ചേ. എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നോമ്പിനാട്ടത് കഴിച്ചത്. പെട്ടെന്ന് കുറച്ചെടുത്തുണ്ടാക്കിയതാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വിചാരിക്കണേ കുറച്ച് ഫുള്ളും ഭക്ഷണം ഉണ്ടാക്കുക. രസമാണ് കടുമാങ്ങേണ്ടത്. കടുമാങ്ങയാണ്. ഓ ഫാനിട്ടല്ലേ എരിവ് കയറ്റി കൊണ്ടുപോകണം. നല്ല രസമുണ്ട്. ഇത് മുളക് ഇതൊക്കെ പടട്ടിട്ടുണ്ടാക്കിയോണ്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ശരിക്കും കഞ്ഞിക്കൊക്കെ കൂട്ടിയുണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞ ഡ്രൈ മാങ്ങ കേട്ടോ. നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാം. മാങ്ങ ഉണക്കി വെച്ചിട്ട് അതുകൊണ്ട് പിന്നെ അച്ചാർ. ഞാൻ ഈ സാധനം പേരയിലൊക്കെ പറഞ്ഞാണ് കേക്കണ്ട പെരക്കാര് ഓർക്ക് അറിയില്ല. എപ്പോഴും അച്ചാർ ഉണ്ടാക്കും ചെയ്യാം. മാങ്ങ കറിയിലും ഇടാം. ശരിക്കും ഇതുവരെ പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഇതില് ശരിക്കും പഞ്ചസാര ഒന്നും ഇട്ടില്ല. പക്ഷെ ചെറിയൊരു മധുരല്ലേ. ഇത്തിരി ചതച്ച വാങ്ങിയായിരുന്നു. ഞാൻ ചാനലിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങളാണ് ഇത് അനുഭവിക്കണത്. ഇതെങ്ങനെ നിങ്ങൾ പഠിച്ചത്? ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കും വെറുതെ ഈ കൂട്ട്. അങ്ങനെ എന്റെ ഒരു ഇതാണ്. ഇനി നമുക്ക് രുചി അറിയണ്ടല്ലോ. ചക്കയിൽ എന്തൊക്കെ കൂട്ടിക്കണ അറിയാം. ഗോതമ്പ് മാവ് കൂട്ടിയിട്ടുണ്ട്. അതിലല്ലേ എല്ലാരും ഇടലുണ്ടാവില്ല. എന്താ വെച്ചാല് ഇത് ഇങ്ങനെ വെയിലത്ത് വെച്ച് വാട്ടി ഉണക്കിയിട്ടാണ് ഇടുക. സാധാ അച്ചാറാണ്ട് ഇടില്ല. അതുകൊണ്ട് ഇത് കേടുവരാണ്ട് ഇരിക്കുന്നത്. പണിയുണ്ട്. വായന്റെ ഇലൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല രസാ. അതിന്റെ ടേസ്റ്റ് ഉണ്ട്. രൂപിക്കിന്റെ ആ നാരങ്ങച്ചാറാണെങ്കിൽ നാരങ്ങച്ചാറിന്റെ ടേസ്റ്റ് ഉണ്ടാവൂലേ? അതേപോലെ തന്നെ നല്ല രസടാ. ഇവിടെ ഉണ്ടാക്കിയ ഇപ്പൊ ഇവിടെ ടേസ്റ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും വേറെ വേറെ ടേസ്റ്റാണ്. ഇപ്പം അച്ചാറിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ ഞങ്ങളൊരു 3-4 ഐറ്റംസ് അച്ചാറുകൾ ടേസ്റ്റ് ചെയ്തു. അതിനൊക്കെ വേറെ വേറെ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇപ്പം കൊടുക്കുന്ന സാധനം വേറെ ടേസ്റ്റാണ്. അത് വലിയൊരു കഴിവാണ്. അത് ഞാൻ നേരത്തെ ചോദിക്കുകയും ചെയ്തു. ഈ സാധനങ്ങൾ എങ്ങനെ നിങ്ങൾ ഇതെങ്ങനെ പഠിച്ചു? അതല്ല ഇതെങ്ങനെയാണ് നിങ്ങൾ ഇടുന്ന സമയത്ത് എന്തൊക്കെ കൂട്ടാണ് അതിൽ ചേർക്കലെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലുള്ള കൂട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു സാധനമൊന്നും കൂട്ടാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആണെങ്കിലും ഓരോ ഫ്രൂട്ട്സിൻ്റെ അച്ചാറുകൾക്കും ആ ഫ്രൂട്ട്സിൻ്റെ ഒറിജിനൽ ചോയ കിട്ടുന്നുണ്ട്. ചക്കോണ്ടുള്ള എല്ലാ സാധനവും, മാങ്ങ കൊണ്ടുള്ള എല്ലാ സാധനവും. മാങ്ങ കൊണ്ട് ചോറ് വെച്ചിട്ടില്ല. മാങ്ങ പുട്ടോ അങ്ങനെ പൊടിച്ചിട്ട് ഓ ആ മനസ്സിലായി. തേങ്ങ കൊടുക്കൂലേ, ഒത്തിരി മാങ്ങ കട്ടി പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് അതിൽ കുഴക്കും പൊടി. നല്ല രസമാണ്. കുട്ടികൾക്ക് അടിപൊളിയായിരിക്കും. കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുമാനമാക്കും. ഇന്നത്തെ കേട്ടിയോടത്ത് രുചി അറിയാമെന്നുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള അറിയില്ല. പക്ഷെ എനിക്കും കുട്ടനും വളരെ എരിവ് നിറഞ്ഞതായിരുന്നു. കാരണം ആദ്യം കുറച്ച് സ്വീറ്റ്സ് വന്നുകൊണ്ട് പിന്നീട് എരിയിലേക്ക് കയറ്റി ഫുള്ള് വിയർത്ത് ആദ്യം മധുരം പിന്നെ പുളിയാണ് സാധാരണ പറഞ്ഞത്. ഇത് എരിവ് തന്നുകൊണ്ട് ഞങ്ങളെ വളരെ ഹാപ്പി ആക്കി. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് ഓരോന്ന് കഴിക്കുമ്പോഴും അതിൻ്റെതായിട്ട് ടേസ്റ്റ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രസമുണ്ട്. അത്
റഫിയാത്താൻ്റെ ഒരുപാട് ഇതുമായി ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് റഫിയാത്താൻ്റെ ചാനലിൽ ഉണ്ട്. പക്ഷെ നേരിട്ട് വന്നു കണ്ടത് ആസ്വദിക്കുക എന്നുള്ളത് അത് ഓരോ പ്രേക്ഷകരുടെയും വലിയൊരു സ്വപ്നമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വപ്നം ഇന്ന് എനിക്കും കുട്ടനും കഴിവ് അങ്ങനത്തെ ഒരു അവസരം കിട്ടി. ഏതായാലും റഫിയാത്തനോട് വളരെ എന്താ പറയുക താങ്ക്സ് പറയുന്നതോടൊപ്പം തന്നെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണമെന്ന് പോലും അഭ്യർത്ഥിക്കുകയാണ്. കാരണം അതൊക്കെ നീ ഷൂട്ട് ചെയ്ത് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കൊടുന്നില്ലല്ലോ, നിങ്ങൾക്ക് ചോദിച്ചാൽ പോരുന്നില്ലേ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ്. പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കുട്ട കവർ കൊടുത്തിട്ടില്ലേ?